അത്ഭുതം നിറഞ്ഞ ഒരു ഇസ്മ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ. ഈ ഇസ്മ നാഥനായ റബ്ബിൻ്റെ അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട അതിവിശിഷ്ടമായൊരു ഇസ്മാണ്. ഇതൊരു 99 തവണ മനസാന്നിധ്യത്തോടുകൂടെ നിങ്ങൾ ചൊല്ലിയിട്ട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരും കേട്ടോ. ഇന്നത്തെ ഈ ദിവസം മുതൽ നിങ്ങളൊന്ന് പതിവാക്കി നോക്കിക്കേ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാതെ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ, കടബാധ്യതകൾ, ഇതിൽ നിന്നൊക്കെ അള്ളാഹു നിങ്ങൾക്ക് മോചനം തന്ന് ഖൽബിലുള്ള ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന അത്ഭുതം നിറഞ്ഞൊരു ഇസ്മ നമുക്കിന്ന് പഠിക്കണം. അതുപോലെ തന്നെ 4 മലക്കുകളുടെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ, പ്രത്യേകമായ സഹായം നമുക്ക് ലഭിക്കാൻ ഈ പരിശുദ്ധ റബീഉൽ അവ്വലിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് പറയാനുണ്ട്. ഇതൊക്കെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുന്നതിലൂടെ അവൻ്റെ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശിഖീങ്ങളിൽ, മാദിഹീങ്ങളിൽ, മുഹിബ്ബീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയെത്ര ദുആ വസിയ്യത്തുകൾ, കമൻറ്റ് ബോക്സ് മുഴുവൻ സങ്കടം. ഈ സങ്കടങ്ങൾക്കൊക്കെ ഇന്ന് പരിഹാരം ഉണ്ടാകും ഒരു ഇസ്മ കൊണ്ട്. ഒരു അത്ഭുതകരമായ ഇസ്മ ഞാൻ പഠിപ്പിച്ചിരുന്നുണ്ട്. ആ ഇസ്മ 99 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അങ്ങ് മാറി മറിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല നടത്തിത്തരും. നമ്മൾ ഒരിക്കലും നടക്കൂല എന്ന് കരുതിയതും അല്ല നടത്തിത്തരും, ഹലാലാണെങ്കിൽ. അതുപോലെ എത്രയെത്ര ദുആ വസിയ്യത്തുകൾ, സങ്കടങ്ങളുണ്ട്. ഈ സങ്കടങ്ങളൊക്കെ മാറണ്ടേ? സമാധാനമുള്ള ജീവിതം വേണ്ടേ? ഈ ഇസ്മ ചൊല്ലിക്കോ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇസ്മ നമുക്ക് ലാസ്റ്റ് പറയാം. അതിനു മുമ്പ് പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. എന്താ തിങ്കളാഴ്ചയുടെ പ്രത്യേകത? എന്താ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ദിനമാണ്. കൂടുതൽ കൂടുതൽ സ്വലാത്ത് ചെല്ലണേ. സ്വലാത്ത് മൗലിദ് എന്നൊക്കെ പറയണത് റബീഉൽ അവ്വൽ 12 വരെ മാത്രമുള്ള കാര്യമല്ല. റബീഉൽ അവ്വൽ 30 വരെ, പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ചൊല്ലണം. പ്രത്യേകിച്ച് റബീഉൽ അവ്വലിൽ 12 വരെ മാത്രം പരിഗണിച്ചാൽ പോരാ. 30 ദിവസവും നമ്മുടെ വീടുകളിൽ ഇങ്ങനെ സ്വലാത്ത് നടക്കണം. അതിലൂടെ ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ പറ്റും, ഹബീബിനെ കാണാൻ പറ്റും, ഹബീബിൻ്റെ ശഫാഅത്ത് ലഭിക്കും. ഇതിലപ്പുറം എന്താ നമുക്ക് വേണ്ടത്? അള്ളാഹു അത് ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നമ്മൾ എത്രയെത്ര സ്വലാത്തുകൾ നമ്മുടെ ഈ റസാ വ്ളോഗ്സ് ചാനലിലൂടെ സ്വബാഹുൽ ഖൈർ എന്ന പരിപാടിയിലൂടെ പരിചയപ്പെടുന്നുണ്ട് അല്ലേ? പലരും അത് എഴുതി വെക്കുന്നുണ്ട്, പലരും ചൊല്ലുന്നുണ്ട്, കുട്ടികൾക്ക് പോലും മന്ത്രിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഓരോ സ്വലാത്ത് പഠിക്കുമ്പോഴും ഓരോ ദിക്ർ പഠിക്കുമ്പോഴും ഇതൊക്കെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുന്നവരുണ്ട്. യാ റബ്ബന, അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം നീ നീക്കണേ തമ്പുരാനെ. ഒരിക്കലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവിടെ വരുന്നുണ്ട് സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. എന്താ നബി എത്ര സങ്കടം? എന്താ നബി എത്ര സങ്കടം? ജിബ്രീൽ, ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉമ്മത്തിന് വേണ്ടി ആര് സംസാരിക്കും അല്ലാഹുവിനോട്? എൻ്റെ ഉമ്മത്തിന് ആര് വഴികാട്ടി കൊടുക്കും? എൻ്റെ ഉമ്മത്തിന് ആരാണെന്ന് അവരുടെ തെറ്റുകളിൽ ശുപാർശ ചെയ്യാനുള്ളത്? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുന്നുണ്ട്. യാ റബ്ബി, യാ റബ്ബി, നിൻ്റെ ഹബീബിൻ്റെ സങ്കടം നീ കാണുന്നില്ലേ അല്ലാ? ഹബീബായച്ചങ്ങൾക്ക് മറുപടി എന്നോണം അള്ളാഹു പറയുന്നുണ്ട്, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളും സ്വർഗത്തിൽ പോകാതിരിക്കൂല നബിയെ. അങ്ങയുടെ ശുപാർശ അള്ളാഹ് സ്വീകരിക്കുക തന്നെ ചെയ്യും. അതായത് മുസ്ലിം ഉമ്മത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ തെറ്റിൻ്റെ ശിക്ഷയുടെ കാലം കഴിഞ്ഞാൽ അവർ സ്വർഗത്തിൽ കിടക്കും. അത് ആര് കാരണമാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാരണമാണ്. വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ, അങ്ങ് എന്താണോ തൃപ്തിപ്പെടുന്നത് അത് അല്ലാഹ് അങ്ങേക്ക് തരും. അള്ളാഹ് തൃപ്തിപ്പെടുന്നത് അങ്ങേക്ക് തരുമെന്നല്ല, അങ്ങ് തൃപ്തിപ്പെടുന്നത് അള്ളാഹ് അങ്ങേക്ക് തരുമെന്ന് പടച്ച റബ്ബ്. ആ മുത്തുനബി ജീവിച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ്. ആ മുത്തുനബി ഓർക്കുന്നത് നമ്മളെയാണ്. നാളെ മഹ്ശറിൽ നമ്മളിങ്ങനെ വാപ്പാടെ അടുക്കൽ പോവും. ഏത് വാപ്പ? നമ്മുടെ ഉമ്മായും ബാപ്പായും നമ്മളെ തിരിഞ്ഞു നോക്കൂല. നമ്മുടെ വല്യുപ്പയായ ആദം നബിയുടെ അടുക്കലേക്ക് ചെല്ലും. ഉപ്പ, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യണേ.
മക്കളെ ഉപ്പാടെ കാര്യം തന്നെ കഷ്ടത്തില്ല. നൂഹിൻ്റെ അടുക്കലേക്ക് പോ, നൂഹ് നബിയുടെ അടുക്കൽ ചെല്ലും. മൂസാ നബി, ഈസാ നബി, ഓരോ നബിയുടെ അടുക്കലും കയറി ഇറങ്ങും. അവസാനം ചെല്ലുന്നത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലാണ്. മക്കളെ, ഞാനുണ്ട്, നിങ്ങൾക്ക് വിഷമിക്കല്ലേ, സങ്കടപ്പെടല്ലേ, ഞാനുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഫാത്തിൻ്റെ ഘട്ടത്തിൽ പോലും നമ്മളെ ഓർത്ത മുത്തുനബിയെ നമ്മൾ ഓർക്കണ്ടേ? എങ്ങനെ? സ്വലാത്തിലൂടെ, അവിടുത്തെ മൗലിദിലൂടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഞാൻ പറയും, ഈ തിങ്കളാഴ്ച മുതൽ ഒരു പ്രതിജ്ഞ എടുക്കുക. എൻ്റെ ജീവിതത്തിൽ മരിക്കുവോളം 10 സ്വലാത്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ സ്വലാത്തിൻ്റെ മത്സരം വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. മത്സരമല്ലാതെ ചിലർ ചോദിക്കുന്നുണ്ട്, ഉസ്താദേ അപ്പോൾ സ്വലാത്തിൽ നിന്നത് ഗോൾഡ് കോയിന് വേണ്ടിയാണെന്നുള്ള നെയ്യത്താവൂലേ? അങ്ങനെ ആകരുത്. മുത്തുനബിക്ക് വേണ്ടിയിട്ട്, അള്ളാഹുവിനുള്ള ഇബാദത്തായി മുത്തുനബിക്ക് വേണ്ടി മനസ്സറിഞ്ഞ് സ്വലാത്തില്ല. ഇതൊരു സമ്മാനമാണ്, പ്രോത്സാഹനമാണ്. നല്ലത് ചെയ്യാൻ വേണ്ടി ഒരു പ്രോത്സാഹനം കൊടുക്കലൊക്കെ നല്ല കാര്യമാണ് ഇസ്ലാമിൽ. മനസ്സിലാവുന്നുണ്ടോ? കൂടുതൽ ആളുകൾ സ്വലാത്തില്ലൂല്ലേ, അതുകൊണ്ട് തന്നെ ആർക്കാണ് സമ്മാനം കിട്ടുന്നത് നമുക്കറിയില്ലല്ലോ. ഏതായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ. ഞാൻ അതുകൊണ്ടാണ് 30-ൻ്റെ അന്നത്തേക്ക് വെച്ചേക്കുന്നത്, ആ ഒരു ഇഖ്ലാസ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട്. 30-ൻ്റെ അന്നേ നമ്മൾ ആളെ പ്രഖ്യാപിക്കുകയുള്ളൂ. ദുആ ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 12-ൻ്റെ അന്ന് നമ്മൾ മുത്തുനബിയിലേക്ക് 1 കോടി സ്വലാത്ത് ഹദിയ ചെയ്യും. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരിക്കലും 4 മലക്കുകൾ മുത്തുനബിയുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. ആരൊക്കെയാണ്? അസ്റായീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഈ 4 മലക്കുകൾ മുത്തുനബി തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് അസ്റായീൽ പറയുന്നുണ്ട്, നബിയെ, എന്നും 10 സ്വലാത്തൊരു മനുഷ്യൻ ചൊല്ലിയാലേ അവൻ്റെ റൂഹ് അമ്പിയാക്കളുടെ റൂഹ് പിടിക്കണത് പോലെ ഞാൻ പിടിക്കും. അമ്പിയാക്കളുടെ റൂഹ് പിടിക്കണത് എന്ത് സോഫ്റ്റായിട്ടാണല്ലേ, അവരറിയ പോലും ഇല്ലാത്തവണ്ണം. അതുപോലെ ഞാൻ പിടിക്കും. ആരാ പറയണേ? മലക്കുൽ മൗത്ത് സയ്യിദുനാ അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഒരിക്കലും മീകായിൽ അലൈഹി സ്വലാം വരെയാണ്, മൻ സല്ല അലൈക ഫീ കുല്ലി യൗമിൻ 10 മറ. നബി, അങ്ങയുടെ പേരിൽ ആരെങ്കിലും ഒരു ദിവസം 10 സ്വലാത്ത് വീതം പതിവായി ഇങ്ങനെ ചൊല്ലിപ്പോന്നാൽ അങ്ങയുടെ ഹൗലിൽ നിന്ന് ഞാൻ അവന് വെള്ളം കൊടുക്കും നബിയേ. ആരാ പറയണേ? സയ്യിദുനാ മീകായിൽ അലൈഹി സ്വലാം. മഹാനായ ഇസ്രാഫീൽ അലൈഹി സ്വലാം പറയുന്നുണ്ട്, ആരെങ്കിലും 10 സ്വലാത്ത് അങ്ങയുടെ പേരിൽ ചൊല്ലിയാലേ പടച്ചോൻ്റെ അർശിൻ്റെ ചോട്ടിൽ പോയിട്ട് ഞാൻ സുജൂദിൽ കിടക്കും. എന്നിട്ട് അവന് പുറത്തു കൊടുക്കാൻ വേണ്ടി ദ്വാരക്കും. ആ സുജൂദിൽ നിന്ന് ഞാൻ എഴുന്നേക്കണമെങ്കിൽ എൻ്റെ റബ്ബ് അവന് പുറത്തു കൊടുക്കണം. ഞാൻ അങ്ങനെ കിടക്കും നബിയേ. ആരാ പറയണേ? സയ്യിദുനാ ഇസ്രാഫീൽ അലൈഹി സ്വലാം. അപ്പോഴാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാം പറയുന്നത്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പേരിൽ ആരെങ്കിലും 10 സ്വലാത്ത് ദിനേന ചൊല്ലിക്കഴിഞ്ഞാൽ നാളെ അവൻ സിറാത്ത് പാലം കിടക്കുമ്പോൾ അവൻ്റെ കൈ പിടിച്ച് ഡിമിന്നലിൻ്റെ വേഗത്തിൽ ഞാൻ അവനെ സ്വർഗത്തിലേക്ക് എത്തിക്കും. സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ഏത് സ്വലാത്തും ചൊല്ലാം. എത്ര സ്വലാത്ത് ഇല്ലേ? നമ്മൾ ഒരുപാട് സ്വലാത്ത് പതിവാക്കി പോരുന്നുണ്ട്. അതിരുന്നോട്ടെ, ഒരു 10 സ്വലാത്ത്. ഇപ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അല നൂരി വാഹിലി ചെറിയ സ്വലാത്താണല്ലോ. ഏത് സ്വലാത്ത് ആയിക്കോട്ടെ, ഒന്നൊരു പതിവായി ഒരു 10 എണ്ണം ചൊല്ലിപ്പോ ഈ നെയ്യത്ത് ഈ ഒരു പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ച് ചൊല്ലിക്കോ. മുത്തുനബിയെ മഹബത്ത് വെച്ച് ചൊല്ലിക്കോ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമുക്കിന്നൊരു 10 സ്വലാത്ത് ലാസ്റ്റ് ചൊല്ലണം. അതായത് നമ്മൾ ഈ ഇസ്മൊക്കെ പഠിച്ചു കഴിഞ്ഞ് ചൊല്ലേണ്ട ദിക്ർ ചൊല്ലിയിട്ട് 10 സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലണം ഒരു മനോഹരമായ ബൈത്തിലൂടെ. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നൊരു ഇസ്മുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അതായത് ഒരിക്കലും നടക്കൂല എന്ന് കരുതിയ ആഗ്രഹങ്ങൾ നടത്തുന്ന ഇസ്മാണത്. കാരണം നാഥനായ റബ്ബിൻ്റെ ഇസ്മാണ് അല്ലേ. ഈ കമൻറ്റ് ബോക്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്ര സങ്കടങ്ങളാണ് ഓരോരുത്തർക്ക് പറയാനുള്ളത്, എത്ര വേദനകളാണ്, ബുദ്ധിമുട്ടുകളാണ്. ഇതൊക്കെ മാറാൻ ഈ ഇസ്മ മുറുകെ പിടിച്ചാൽ മതി. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ അതിമനോഹരമായ ഇസ്മ അവസാന ഭാഗത്താണ് യാ സബൂറു യാ അല്ലാ. അങ്ങേയറ്റം ക്ഷമിക്കുന്നവനായ തമ്പുരാനാണവൻ. യാ സബൂറു യാ അല്ലാ. ഈ ഇസ്മ 99 തവണ ദിനേന പതിവാക്കുന്നവൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹു നിറവേറ്റും. എന്താഗ്രഹമുണ്ടോ നിറവേറ്റും. ദുഃഖങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കും. കടം കൊണ്ട് വലയുന്ന ഒരുപാട് ആളുകളുണ്ട്, കടങ്ങൾ അള്ളാഹു വീട്ടിത്തരും. അത്ര അത്ഭുതകരമാണ്. യാ സബൂറു യാ അല്ലാ, യാ സബൂറു യാ അല്ലാ, യാ സബൂറു യാ അല്ലാ, യാ സബൂറു യാ അല്ലാ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ 2 കാര്യങ്ങളിന്ന് പഠിച്ചു, ലൈഫിൽ അപ്ലൈ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഖുർആനിൽ എത്ര തവണ പരാമർശിച്ചിട്ടുണ്ട്? ഒരുപാട് ആളുകൾ തെറ്റായിട്ടാണ് എഴുതിയത്. 4 അല്ല 5 തവണ. 4 തവണ മുഹമ്മദ് എന്നും 1 തവണ അഹ്മദ് എന്നും ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. 5 തവണ അങ്ങനെ പേര് കൊണ്ട് പരാമർശിച്ചിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഒരു സ്ഥലത്ത് പോലും യാ മുഹമ്മദൂ എന്ന് പടച്ചോൻ വിളിച്ചിട്ടില്ല. യാ അയ്യുഹൻ നബിയു, കണ്ടോ, നബിയായവരെ അങ്ങനെയാണ് വിളിച്ചിട്ടുള്ളത്. നമ്മളാണ് ചില ആളുകളുടെ തഫ്സീർ
നീ പറയുക, അങ്ങനെയൊക്കെ മുത്തുനബിയോട് അള്ളാഹ് പറഞ്ഞിട്ടില്ല കേട്ടോ. അള്ളാഹ് ആദരിച്ചവരാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പുത്തൻവാദികൾ പറയുന്നത് പോലെ അവരുടെ മലയാളം വാറോലകൾ തഫ്സീർ എന്ന പേരിൽ ഇറക്കുന്നുണ്ട്. അതൊന്നും വാങ്ങി വായിച്ച് ഈമാൻ നഷ്ടപ്പെടുത്തല്ലേ. പൂർവ്വസൂരികളായ അയിമ്മത്തുകളുടെ തഫ്സീറിൻ്റെ പരിഭാഷ കിട്ടും. അത് നമ്മുടെ ഉസ്താദുമാർ എഴുതിയിട്ടുണ്ടാവുമല്ലോ. തഫ്സീറുകളുണ്ട്, മലയാളം തഫ്സീറിൽ പരിഭാഷ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വായിക്കുക. ഖുർആൻ നമുക്ക് പഠിക്കാൻ പറ്റും. ഏറ്റവും നല്ലത് ആലിമീങ്ങളിൽ നിന്ന് തഫ്സീർ പഠിക്കുക. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഇന്നത്തെ ചോദ്യം, നമുക്കറിയാം പിതാവില്ലാത്തൊരു നബിയുണ്ട്. ആരാണത്? ഈസാ നബിയാണ്. എന്നാൽ മാതാവും പിതാവും ഇല്ലാത്തൊരു നബിയുണ്ട്. അതാരാണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ വിശുദ്ധമായ തിങ്കളാഴ്ച ദിവസമല്ലേ, മനസ്സറിഞ്ഞ് കുറച്ച് സ്വലാത്തുകളാണ്. ഒരു 10 സ്വലാത്ത് വളരെ ചുരുക്കി നമുക്ക് ചൊല്ലാലോ. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أوقفت العمر عليه بمديح بين يديه فوضت الأمر إليه فاختر لي رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ومدحت بطيبة طه ودعوت بطه الله أن يحشرني أواها بلواء رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ووقفت على الأعتاب وبكيت له بالباب وبصفح دون عتاب قد جاد رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم وشكوت إليه ذنوبي فاستغفر لي محبوبي ورجعت بدون عيوبي من عند رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم فشعرنا به يسمعنا لم يكد الكون يسعنا رباه به فاجمعنا على حوض رسول الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم سلامي على طيبة سلامي على الحرام صلى الله على محمد صلى الله عليه وسلم سلامي على طه سلامي على ياسين صلى الله على محمد صلى الله عليه وسلم سلامي على الصديق سلامي على عمر صلى الله على محمد صلى الله عليه وسلم. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. മനസ്സറിഞ്ഞ് ആമീൻ പറയുക. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർറാഹിമായ കരുണക്കടലായ അല്ലാഹ് ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ റഹ്മാനേ. നിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതും യാ റബ്ബനാ സ്വലാത്തുകൾ ചൊല്ലിയതും പടച്ചവനെ നിന്റെ ഹബീബിന്റെ മദ്ഹുകൾ ചൊല്ലിയതും നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തടഞ്ഞാൽ ഞങ്ങൾക്ക് പോകാനൊരിടമില്ല അല്ലാ. ഖൽബുകൾ പൊട്ടുകയാണ് റബ്ബേ, സങ്കടങ്ങൾ ധാരാളമുണ്ട് അല്ലാ. എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഐക്യവും സുരക്ഷിതത്വവും നൽകണയല്ല, പരസ്പര സ്നേഹവും വിശ്വാസവും നൽകണയല്ല. ഇണകളെയും സന്താനങ്ങളെയും നീ നന്നാക്കണയല്ല, നിസ്കാരമുള്ള സ്വാലിഹീങ്ങളാക്കണയല്ല, പൊന്നുമക്കളെ ആബിദീങ്ങളാക്കണയല്ല, മാതാപിതാക്കളോട് അദബുള്ള സന്താനങ്ങളാക്കണയല്ല. ഈ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങളുടെ സ്വബാഹുൽ ഖൈർ കുടുംബത്തെയും അതുപോലെ മറ്റു മജ്ലിസുകളിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളെയും ഈ മജ്ലിസിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി ഹദിയ ചെയ്യുന്നവരെയും നീ ചേർത്തു പിടിക്കണേ അല്ലാ. നീ കൈവെടിയല്ലേ അല്ലാ. പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കണേ അല്ലാ. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ. കടബാധ്യതകൾ ഏറ്റെടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണേ അല്ലാ. പടച്ചവനെ ജോലിക്കായി വിദേശ ലോകത്തേക്ക് പോയവരുണ്ട്, വിദേശ രാജ്യങ്ങളിലേക്ക് പോയവരുണ്ട്. യാ റബ്ബനാ ഹൈറായ തൊഴിൽ നീ നൽകണേ അല്ലാ. തടസ്സങ്ങളെല്ലാം നീക്കണേ അല്ലാ. സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണേ അല്ലാ. റഹമുർറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, അസുഖബാധിതർ ധാരാളമുണ്ട്, പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. ആജിലായ ശമനം നൽകണേ അല്ലാ. സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. പടച്ചവനെ പലരും ഹോസ്പിറ്റലുകളിലാണ്, പരിപൂർണ സൗഖ്യം നൽകണേ അല്ലാ. പരിപൂർണ സൗഖ്യം നീ നൽകണേ അല്ലാ. പരിപൂർണ സൗഖ്യം നീ നൽകണേ അല്ലാ. റഹമുർറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, യാ റബ്ബനാ, പടച്ചവനെ വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നൽകണേ അല്ലാ. സ്വന്തമായി വീടെന്നൊരു സ്വപ്നം എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. യാ റബ്ബനാ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബങ്ങളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് വിട പറഞ്ഞു പോയവർ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഖബറിടം പ്രകാശപൂരിതമാക്കണേ അല്ലാ. പടച്ചവനെ ജീവിച്ചിരിക്കുന്ന കാരണവന്മാർ, മാതാപിതാക്കൾ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിനായി നൽകണേ തമ്പുരാനെ. ഈ സദസ്സിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ ജന്നാത്തുൻ നഈമിൽ നിന്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ആമീൻ برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته.